നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തിപരമായതിനാൽ എപ്പോഴും സ്വന്തം വഴികളിലൂടെ മാത്രം നടക്കാൻ ശ്രമിക്കുക. മിക്ക കാര്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ ഭയപ്പെടുന്ന സ്വഭാവം ഒഴിവാക്കുക. ഭയം നിങ്ങളുടെ മുന്നോട്ടുള്ള ഏതൊരു പാതയിലും തടസ്സം സൃഷ്ടിക്കും. സമ്പത്ത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യം. അതിനാൽ ആരോഗ്യകാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കുക. തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം. അല്ലാത്തവരൊക്കെയും കാര്യം കഴിയുമ്പോൾ വലിച്ചെറിയപ്പെടുന്ന ചില സ്നേഹപ്രകടനങ്ങൾ മാത്രം. പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് ചുറ്റിലും 1000 പേരുണ്ടെങ്കിലും സ്വന്തം മനസ്സിൻ്റെ ധൈര്യത്തിനേക്കാളും വേറൊന്നും പകരമാവില്ല. ജീവിതത്തിലെ കരുത്താണ് ദുഃഖ അനുഭവങ്ങൾ. ഒരു പൂവിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് അത് പുഷ്പിച്ചു നിൽക്കുമ്പോൾ മാത്രമാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. പണവും ആരോഗ്യവും സൗന്ദര്യവും ഉള്ളപ്പോൾ എല്ലാവരുമുണ്ട്. നമ്മളൊന്ന് വീണുപോയാൽ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾക്കുള്ള സമയം പരിമിതമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം അനുകരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ചാണ്. തൊട്ടാൽ വാടുമെന്ന് അറിയുന്നതുകൊണ്ടാണ് എല്ലാവരും തൊട്ടാവാടിയെ തൊടുന്നത്. നിങ്ങൾക്ക് വേദനിക്കും എന്ന് അറിയുന്നതുകൊണ്ടാണ് പലരും നിങ്ങളെ വേദനിപ്പിക്കുന്നത്. ജീവിതം നിങ്ങൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകിയേക്കാം. എന്നാൽ നിങ്ങളുടെ മാനസികാവസ്ഥ ഫലം നിർണ്ണയിക്കുന്നു. എല്ലായ്പ്പോഴും ഒരു തുടർച്ചയാണ്. എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത്. ജീവിതത്തിൽ എന്തിനും രണ്ടാമതൊരു അവസരമുണ്ട്. എന്നാൽ ജീവിതം മാത്രം രണ്ടാമതൊന്നില്ല. ഉള്ള ജീവിതം കരുതലോടെ സ്നേഹിച്ച് ജീവിക്കുക. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കുക. നമ്മളെ വേദനിപ്പിച്ചവരോടുള്ള പ്രതികാരം കാലത്തിന് വിടുക. നമ്മൾ മറന്നാലും കാലം അത് ഭംഗിയായി നിർവഹിക്കുന്നതിന് സാക്ഷികളാകാം. മുഖത്ത് നോക്കി സത്യം പറയുന്നവരെ നാം വെറുക്കും. എന്നാൽ ഒളിഞ്ഞിരുന്ന് കുറ്റം പറയുന്നവരെ നാം സ്നേഹിക്കും. അതാണ് ഈ ലോകം. തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഒരിക്കലും വിശ്വാസത്തെ തകർക്കരുത്. കാരണം ക്ഷമിക്കുന്നത് എളുപ്പമാണ്. പക്ഷെ മറക്കുന്നതും വീണ്ടും വിശ്വസിക്കുന്നതും ചിലപ്പോൾ അസാധ്യമാണ്. നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളുടെ ബുദ്ധിയുടെയോ കഴിവിൻ്റെയോ ഭാഗ്യത്തിൻ്റെയോ സ്വാധീനത്തിന് അപ്പുറത്താണ് നിങ്ങളുടെ ചിന്താഗതികൾക്കും സ്വപ്നങ്ങൾക്കുമുള്ള സ്ഥാനം. നിങ്ങളുടെ ചിന്താഗതികളും സ്വപ്നങ്ങളുമാണ് നിങ്ങൾ ജീവിതത്തിൽ എത്രത്തോളം മുന്നോട്ടു പോകുമെന്ന് തീരുമാനിക്കുന്നത്. സത്യം എന്തെന്നാൽ മറ്റുള്ളവരുടെ കുറ്റം പറയാൻ കിട്ടുന്ന ചെറിയ ഒരു അവസരം പോലും നമ്മൾ നഷ്ടപ്പെടുത്താറില്ല. നല്ലത് പറയാൻ കിട്ടുന്ന പല നല്ല അവസരവും നാം ഉപയോഗിക്കാറുമില്ല. കണ്ണിന് ആസ്വദിക്കാനേ അറിയൂ. സ്നേഹിക്കാൻ മനസ്സു തന്നെ വേണം. അതുകൊണ്ടാവും കണ്ണിന് തോന്നുന്ന ഇഷ്ടത്തിനേക്കാൾ മനസ്സിൽ തോന്നുന്ന ഇഷ്ടത്തിന് ആയുസ് കൂടുതൽ. ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകമാണ്. താളുകൾ എത്ര മറിച്ചാലും നാളെ എന്തെന്ന് അറിയാൻ കഴിയാത്ത ഒരു പുസ്തകം. ജീവിക്കുക ഓരോ നിമിഷവും. ആരെയും തൃപ്തിപ്പെടുത്താനല്ല, നമ്മൾ നമ്മളായി ജീവിക്കുക. നമ്മൾ ഇവിടുന്ന് പോയാൽ ആർക്കും ഒരു നഷ്ടവുമില്ല എന്ന് മനസ്സിലാക്കണം.